ഉയരത്തിലെ കണ്ണുകൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതിനെല്ലാം ഒരു പരിധിയുണ്ട്. മറ്റുള്ളവർ കാണാതെ നമുക്ക് പലതും മറച്ചു പിടിപ്പാൻ കഴിയും. എന്നാൽ ദൈവത്തിന് ഒന്നും മറവല്ല. നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ, ഉദ്ദേശങ്ങൾ എല്ലാം ദൈവത്തിന് മുൻപിൽ തുറന്നതാണ്. ദൈവം മുൻപാകെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. നമ്മുടെ രഹസ്യ ജീവിതം പോലും ദൈവത്തിന് മുൻപിൽ മറവല്ല. മനുഷ്യർ കാണാത്തിടത്ത് സകലവും ദൈവം കാണുന്നു. ദാവീദ് 139-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഇരുട്ടുപോലും ദൈവത്തിന് മറവല്ല. 2 ദിനവൃത്താന്തങ്ങൾ 16-ാം അധ്യായം 9-ാം വാക്യം. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നു. 14-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. 90-ാം സങ്കീർത്തനം 8-ാം വാക്യം പറയുന്നു, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യം. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 4-ാം വാക്യം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ കണ്ണുകൾ സദാ നമ്മെ കാണുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുവാനും സത്യസന്ധമായ ജീവിതം നയിപ്പാനും നാം ശ്രമിക്കണം. ഈ വചനം മുന്നറിയിപ്പ് മാത്രമല്ല, നമുക്ക് ആശ്വാസവും തരുന്നു. ആരും കണ്ടില്ല എങ്കിലും നമ്മുടെ വേദന ദൈവം കാണുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതയുടെ ആഴം കണ്ട് അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നവനാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കണ്ണുകൾ നീതിയുള്ളതും സ്നേഹപൂർണവുമാണ്.